കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് അല്പസമയത്തിനകം തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് നടക്കും. 12 കോടി രൂപയാണ് പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നറുക്കെടുപ്പ് ചടങ്ങ് ഉണ്ടായിരിക്കുകയില്ല. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ചേരുന്നു. അരുൺ, നറുക്കെടുപ്പ് ചടങ്ങില്ലാതെ ഏത് തരത്തിലാണ് വിജയെ പ്രഖ്യാപിക്കുന്നതിലേക്ക് കടക്കുക? എന്തായിരിക്കും വ്യത്യാസം? 40 ലക്ഷം ടിക്കറ്റുകളാണ് പൂജാ ബമ്പറിന് അച്ചടിച്ചത്. അത് ഏറിയ പങ്കും വിറ്റുതീർന്നുവെന്നാണ് ലോട്ടറി വകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. എല്ലാ കടകളിലും അല്പസമയം മുമ്പ് വരെ വലിയ തിരക്കായിരുന്നു. ഇനി 45 മിനിറ്റ് മാത്രമാണ് ഉള്ളത് ലോട്ടറി നറുക്കെടുപ്പിന്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കുന്നത് തന്നെ സാധാരണഗതിയിൽ മന്ത്രിമാരൊക്കെ ഉൾപ്പെടെ വന്നുള്ള നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല, ഉദ്ഘാടന ചടങ്ങൊന്നും ഉണ്ടാകില്ല, അല്ല നേരിട്ട് നറുക്കെടുപ്പിലേക്ക് പോവുകയായിരിക്കും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സ്ഥിരമായ ലോട്ടറി എടുക്കുന്നവരും കച്ചവടക്കാരുമൊക്കെ ഈ ബമ്പറിനെയും കാണുന്നത്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കുമുണ്ട്. മൂന്നാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക് ലഭിക്കും. നാലാം സമ്മാനം 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ലഭിക്കും. കൂടാതെ 5000, 1000, 500, 300 രൂപയുടെ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഭാഗ്യ അന്വേഷികൾ ഈ പൂജാ ബമ്പറിനെയും കാണുന്നത്. ഓണം ബമ്പർ പോലെ അത്രയധികം ജനപ്രിയമല്ലെങ്കിൽ കൂടിയും 40 ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ച, അത് ഏറെക്കുറെ അത്രയും വിറ്റഴിഞ്ഞ വലിയ ഒരു ബമ്പർ നറുക്കെടുപ്പാണ് മിനിറ്റുകൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത്. അപർണ. വി അരുൺ വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ അറിയാം ആരായിരിക്കും ആ ഭാഗ്യശാലി.